കൊച്ചച്ചാന്ന് കൊച്ചച്ചെന്ന പിശാച് വിളിക്കുന്നതല്ലേ? ആനി, നീ എന്നെ ഗോവൂന്ന് വിളിക്കണത് എനിക്കിഷ്ടം. നീയാ എന്തിനാടി ഉറങ്ങി കിടക്കാൻ എന്നെ പിടിച്ചിരിക്കുന്നത്? ഞാൻ കുട്ടി പിശാചല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? എന്നെ പിടിച്ചിരിച്ചാൽ നീ കിടന്ന് കരയാം. പേശം കെട്ടിയെടുത്താളുണ്ടല്ലോ ഇവിടെ പിടിച്ചു മാറ്റി. രണ്ടുപേര് രാവിലെ എനിക്ക് തന്നെ 6 മെക്കത്ത് കയറണോ ആലോചിച്ചോ? ഞാൻ എന്ത് ചെയ്ത്? നിങ്ങളുടെ മോളാണ് കാലത്തിന് എന്റെ വയറ്റിൽ തന്നിടിച്ച്. ഇപ്പൊ നിങ്ങൾ ഞാൻ ഉറക്കത്തില് അറിയാതെ വിളിച്ചു പോയതല്ലേ? ഞാനൊന്നും ചെയ്തില്ലെന്ന്. കുഞ്ഞമ്മേനെ സ്വപ്നം കണ്ടോട് കിടക്കുവായിരുന്നു. പ്രാങ്ക് ഒന്നും കണ്ട തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. വന്നേ പഠിപ്പിച്ചരാം. എന്ത് വേണേ തരാം. നീ വന്നേ, ഇവിടെ കൊണ്ട് ഞാൻ. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാം. ഇവന്റെ കൂടെ നടന്ന് മീന് നശിക്കുവേ. ബെസ്റ്റ്. നീ നശിക്കാൻ എന്തിരിക്കുന്നു? അവനാ നശിക്കാൻ പോകുന്നത്. അവനിനി എവിടെ നശിക്കാൻ? മേഡം, അതാണ് ടൈം. അമ്മേ, ഞാൻ പോവുകയാണ്. ഇത് അമ്മയാണോ ഒന്ന് കോടതിയിൽ പോകുന്നേ? നീയാണോ അടുക്കള പണിയെടുക്കുന്നേ? ഒരു സാധനം തന്നാ തിരിച്ചു തരണ്ടേ അമ്മേ? പോയിട്ട് വരാവേ. ആനി, ഞാൻ പോവാടി. നീ വാ മോളെ, ഞാൻ ദോശ ഉണ്ടാക്കി തരാം. രാവിലെ തന്നെ എന്തായാലും മൂട് പോയി. 2 ദോശ വയ്ക്കാം. നല്ല മിഠായില്ലേ? ആനിയുടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ? അതെ, തിരിച്ചും നോക്കട്ടെ, എന്നാലേ ബാക്കിയുള്ളവരെയൊക്കെ കാണാൻ പറ്റൂ. നീ പോടി. എടാ, വീട്ടിലൊരു സമാധാനം ഇല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നീ ഇങ്ങനെ തുടങ്ങിയാലോ? ഞാൻ വല്ല ഹോസ്റ്റലിലും പോവാ. അയ്യ്, എന്തിനാ ഹോസ്റ്റലിലേക്കൊക്കെ പോണേ? ഞാനിവിടെ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ടിരിക്കണപ്പോ ചുമ്മാ ചോദിച്ചല്ലേ. അല്ല, ഗോവുവിന്റെ കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞോ? ഗോവു എടാ, നിന്നെ എത്ര ഉപദേശിച്ചാലും നന്നാവത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ മനസ്സമാധാനത്തിന് പറയാ, നീ എന്റെ മോനായി പോയില്ലയോ? ഞാൻ എന്താടാ എടാ, ഇത്തിരി ഉളുപ്പ് എവിടുന്നെങ്കിലും വിലക്ക് വാങ്ങിക്കാൻ കിട്ടുന്നെങ്കിലേ അത് മേടിച്ച് കൂട്ടിച്ചുകൊണ്ട് പോയി. പക്ഷെ നിന്റെ ഈ പ്രായത്തിൽ അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അച്ഛാ, സ്വപ്നം കണ്ടോണ്ട് കിടക്കുന്നു. സ്വപ്നം എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? എന്റെ ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നിട്ട് നീ എന്നെ തന്നെ ചതിച്ചല്ലേ? 10 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഡയലോഗ് ഓടി. നീനു, നീ പോടാ. എക്സ്ക്യൂസ് മീ. യെസ്. അഡ്വക്കേറ്റ് ക്ലാര. ക്ലാര ഇവിടെ ഇല്ല, കോടതി പോയി. എന്താ കാര്യം? ചോദിക്കാൻ ഇയാളാരാ? ഞാൻ അനിയൻ. അനിയനോ? ഹലോ, നമ്മുടെ അനിയനാണോ ഇത്? എന്റെ ഇതെന്റെ അച്ഛൻ. അപ്പൊ പിന്നെ നീ എന്റെ അനിയനാണോ? ക്ലാരയുടെ ഹസ്ബൻഡിന്റെ അനിയൻ. ഈ വീട്ടിലെ അകന്ന ബന്ധം പാഴാക്കട്ടെ ചേട്ടാ. അതെ, ക്ലാര വരുമ്പം ഞാൻ വന്നിരുന്നു എന്ന് പറയണം. ആര് വന്നിരുന്നു എന്ന് പറയണം? ആരാന്ന് പറയണം? ബുള്ളറ്റ് ഭാസ്കരൻ വന്നിരുന്നു എന്ന് പറയണം. ഏത് ഭാസ്കരൻ? ബുള്ളറ്റ് ഭാസ്കരൻ. അങ്ങനെ എടുത്ത് പറയണം. മനസ്സിലായോ? എന്തുകൊണ്ടാ അവൻ അവസാനം പറഞ്ഞു പോയത്? അപ്പൊ ഒന്നും കേട്ടില്ലേ? നീ വന്ന് ബുള്ളറ്റ് ഭാസ്കരൻ വന്നിട്ട് പോയിന്ന്. എന്റെ ദൈവമേ, അച്ഛനറിയോ? ഇല്ല. പിന്നെന്തിനാ ദൈവത്തിനെ വിളിക്കുന്നേ? അവന്റെ പേര് കേട്ടറിയില്ല. അവൻ വലിയ ഗുണ്ടയായിരുന്നു. കൂടെ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരു കണ്ടന്റ് എടുക്കായിരുന്നു. എ ഡേ വിത്ത് ഗുണ്ട. മീനോ, നിന്റെ കണ്ടന്റ് കുറച്ച് കൂടുന്നുണ്ട്. നീ വീട് മാറിയ നമുക്ക് ആരാച്ചാ പോയത്? ബുള്ളറ്റ് ഭാസ്കരൻ. എന്നിട്ട് ബുള്ളറ്റ് ഒന്നും കാണില്ലല്ലേ? കാലെത്താത്തത് കൊണ്ടായിരിക്കും ബുള്ളറ്റ് എടുക്കാത്തത്. അച്ഛാ, വലിയ ഗുണ്ടയാ. ഗുണ്ടയാ? ഗുണ്ടക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? നമ്മളെ വെഡിങ് പാർട്ടി ധരിക്കണം വന്നതാണ്. ഓ, ഒരടി ഒഴിവായി. ക്ലാര അന്വേഷിച്ച് വന്നതാ. ക്ലാര അന്വേഷിച്ച് വന്നതാ? അപ്പൊ നമുക്കുള്ള അടിയല്ല, നമുക്കുള്ളതല്ല. പേടിച്ചു പോയേ. അല്പ ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. ഭീഷണിയുടെ സ്വരം? വീട്ടിൽ കയറി ഒന്ന് തോന്നിയാസം കഴിക്കണം. ആരാണ് ഭീഷണിയാ?
ബുള്ളറ്റ് ഭാസ്കർ അല്ലേ? എടുക്ക്, കത്തി എടുക്ക്. ആഹാ, നിനക്ക് എന്താടാ? നമുക്കുള്ളതെല്ലാം ഇങ്ങോട്ട് വന്ന് കേറുന്നുണ്ട്. നമ്മൾ എന്തിനാ പോയി ചോദിച്ചു വാങ്ങണത്? വേണ്ട വിട്ടോ, ഇത് വിടാൻ പറ്റുന്ന കേസൊന്നും വീട്ടിൽ കയറുന്ന തോന്നിയാസം കാണിക്കണം. ചെല്ലങ്ങോട്ട് ചെല്ല്, പോയി വാങ്ങിച്ചു കൂട്ടും. ചെല്ലങ്ങോട്ട് വഴി പോണതെല്ലാം വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിരിക്കുന്നു. കിട്ടി വയ്യ എനിക്ക്. കൊച്ചത്തെ ഇത്തിരി ഒന്ന് കളിപ്പാക്കിയപ്പോ അയാള് മേടിച്ചു പോയി. നീ കലിപ്പാക്കിയ ആടാ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മതി. വീട്ടിൽ ഒരാൾ കലിപ്പായല്ല, അത് മതി, അത് മതി. നീ വാ, അറിയതിന്റെ മോന്റെ കല്യാണം, ആ കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം. അപ്പൊ അമ്മയ്ക്കുള്ള അടുത്ത കേസായി. അച്ഛന് പറ്റിയ മോള് എന്നടേ. ഇവരെണ്ണേന് സമ്പാദിക്കുന്ന എനിക്കല്ലേ മാമ കിട്ടുന്ന. അത് നല്ലതാ മോളെ, കാരണം അമ്മ സമ്പാദിക്കുന്നത് മൊത്തവും മോക്ക് കിട്ടുന്നുണ്ട്. അച്ഛൻ സമ്പാദിക്കണതല്ല എന്റെ നെഞ്ചത്ത് വന്ന് വീഴുന്നുണ്ട്. ചെല്ലടാ, അവനത്തോട് വാങ്ങിച്ച് കൂട്ടാൻ നോക്ക്. എല്ലാം വന്ന് കാരണം എന്റെ നെഞ്ചത്തല്ലേ. വേടാ നമുക്ക് ആ ദാരിദ്ര്യത്തിന്റെ കല്യാണം എന്താണ് വറീതിന്റെ കല്യാണം. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നീ. അടുത്ത ഹിയറിംഗ് നാം വന്നു കഴിഞ്ഞാണല്ലോ നമ്മൾ ഉറപ്പായിട്ടും പെടും. എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. മോളേ ചേച്ചി ഇന്ന് നേരത്തെ വന്നാ? ഒന്നും പറയണ്ട ആനി, ഒരു കേസാണെങ്കിൽ നീണ്ടത് വള്ളി കേസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നീണ്ടു പോകുന്ന കേസിന്റെ കാര്യത്തിനാണ് ഇവിടെ ഒരു ബുള്ളറ്റ് വന്നേ. ആരാ? ഇന്ന് ചേച്ചിയെ തിരക്കി ഇവിടെ ആള് വന്നിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി ഒരു ഗുണ്ട ടൈപ്പ് വരട്ടൊക്കെ. അതാരാ ഇപ്പൊ അങ്ങനെ ഒന്ന് വരട്ടാൻ? ഭാസ്കരൻ, ബുള്ളറ്റ് ഭാസ്കരൻ. ബുള്ളറ്റ് ഭാസ്കരനോ? ആരാ മക്കളെ അത്? ആരാ മോളെ അത്? ആരാ എടുത്തിയത്? ആരാ ചേച്ചത്? ആരാ അമ്മ അത്? മേഡം ആരാ? ആ ഒരു മിനിറ്റ്. എന്താ ആരാ? അല്ല, ഇനി ആരെങ്കിലും ഇവിടുന്ന് ആരാരും ചോദിക്കാണ്ടോ നോക്കിയതാ. ഇനി ആര് വരാൻ? ഈ വന്നാളാരെന്ന് പറ ആദ്യം. ചേട്ടാ എനിക്കറിയാവുന്നില്ല. നീ ആരത്? നമ്മുടെ ക്ലയൻസിന്റെ കൂട്ടത്തിലൊന്നും ഈ ബുള്ളറ്റ് ഭാസ്കർ എന്ന് പറഞ്ഞ ആളേ ഇല്ല. അല്ല ഇനി വല്ല കൊട്ടേഷനും ആയിരിക്കൂ. ഡിവോഴ്സിന് ആരെങ്കിലും കൊട്ടേഷൻ കൊടുക്കും? അച്ചാറ് കിട്ടാത്തവരെ കൊട്ടേഷൻ കൊടുക്കുന്ന നാടാ. അപ്പോഴാണോ ഡിവോഴ്സിന്? കൊട്ടേഷൻ എങ്കിൽ കൊട്ടേഷൻ. അച്ഛൻ പേടിക്കണ്ട. ഇനി വരുവാണെങ്കിൽ അവനോട് നേരെ ഓഫീസിൽ വരാൻ പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റെടുക്കും. മക്കളെ ഒന്ന് കരുതിയിരിക്കുന്നതല്ല കേട്ടോ. എന്തിനാ ഇതിന് കാര്യത്തിലൊക്കെ ടെൻഷൻ അടിക്കുന്നേ? അങ്ങനെയല്ല എടുത്തി, അവനെ കണ്ടിട്ടൊരു പെശക് ലുക്കുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. എടുപ്പിക്കാനെ പറ്റിയ മുതല് വേണമായിരുന്നു. ചേട്ടാ ഫയലുണ്ടാവണം വെച്ചോ. ശരി മേഡം. ഞാൻ പറയാം. ഞാൻ ആരെങ്കിലും അയക്കാം. ഓ പുച്ഛം. ആ ഒരു മാസം കണ്ടെന്റെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച എന്റെ കുഞ്ഞമ്മ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഞാൻ വിചാരിച്ച ബുള്ളറ്റാറിനെ ഓടിക്കാൻ വേണ്ടിട്ട് എന്റെ അമ്മ ബുള്ളറ്റൊക്കെ എടുത്തോണ്ട് പോകുന്നു, എന്നിട്ട് പോയില്ല. ആ ബെസ്റ്റ്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ആ ഗുണ്ടേനെ ഒന്നും കൂടി കാണുകയാണെങ്കിൽ ആ ഗോവർദ്ധനിട്ടൊരു പണി കൊടുക്കരുത്. ആ അതെ 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 അത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ടുമുണ്ട്. അതായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ല അങ്ങനെ ധൃതി വെക്കല്ലേ, നമുക്ക് പല പേപ്പറുകൾ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. ശരി ഓക്കെ. അതെ ആരാ? ഞാൻ ഒരു മിനിറ്റ്. അതെ വക്കീൽ നാളെ ഇല്ല, മറ്റന്നാളെ ഉണ്ടാവുള്ളൂ. അപ്പം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓർപ്പിച്ചേക്കാം, അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ശരി, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഓക്കെ. ഈ കോൾ വന്നാൽ പിന്നെ നിൽക്കാൻ സമയം കാണത്തില്ല. ആരാന്നാ പറഞ്ഞത്? പറഞ്ഞില്ലല്ലോ. ഒരു മിനിറ്റ്. ആരാ? എന്തോ പേര്? ഭാസ്കരൻ, ബുള്ളറ്റ് ഭാസ്കരൻ. ഓ, നിങ്ങളാ ക്ലാര മേഡത്തിനെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയെന്ന് പറഞ്ഞു കേട്ടോ അല്ലേ? അവന്റെ പല്ലടിച്ച് തറയിലിടണ ഇടിച്ചോണ. നിങ്ങൾ ക്ലാര മേഡത്തിനെ കാണാൻ വന്നല്ലേ? അപ്പൊ നമുക്ക് ഓഫീസിലോട്ടിരിക്കാം. ആ ജോലിയും മേലെ ഇല്ലാത്ത പറയുന്നത് പലതും പറയും. ൂക്കടിച്ചു വരുന്ന പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെ കൂട്ടത്തിൽ ആൾക്കാരെ കാണുമ്പോൾ എന്തോടാ കുഴപ്പം? ആണോ രാജ്യം അണ്ണം പറഞ്ഞിട്ട് അനുസരിക്കാത്തോണ്ടാണോ അണ്ണ ഇടയ്ക്കിടയ്ക്ക് മീശ പിരിച്ചിങ്ങനെ ആക്കുന്നത്? മേഡം, ബുള്ളറ്റ് ഭാസ്കരൻ. ഓ, വീട്ടിൽ ചെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയ ആളല്ലേ? ഭീഷണിപ്പെടുത്തിയതല്ല, അതെന്റെ ഒരു ശൈലിയാ മാഡം. വേണ്ടായിരുന്നു. പേന എടുക്കാനല്ല, ഇരിക്കണോ? വന്ന കാര്യം പറ. മാഡം ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഇതെന്റെ ഒരു ശൈലിയാ. ഓ, പറ. ബുദ്ധിയും ബോധവും ഇല്ലാതാ. അവന് രണ്ട് കിട്ടത്ത് നമുക്ക് കാണടാ. എന്റെ ഭാര്യകൾ ആരെങ്കിലും ഇറ്റും ഒരു കാര്യം എന്ത് ചെയ്യും? അവനല്ലേ ഇടിക്കാൻ പറ്റും അല്ലേ? എന്താണെന്നുള്ളത് ഒളിച്ചിന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗം നമുക്കും ഉണ്ടാവും. തിങ്കി പിന്നെ എന്റെ പേര് ബുള്ളറ്റ് ഭാസ്കർ. മാഡമാണ് എനിക്ക് ഡിവോഴ്സ് മേടിച്ചു തന്നത്. നിങ്ങളുടെ കേസ് നടന്ന ഏത് വർഷമായിരുന്നു? 2023 ജനുവരി 24. അന്ന് ഉച്ചയ്ക്ക് ഡിവോഴ്സ് മേടിച്ചു തന്നു. അപ്പൊ ഡിവോഴ്സ് കിട്ടിയല്ലോ, പിന്നെന്താ? അയ്യോ, എനിക്ക് ഡിവോഴ്സ് വേണ്ട.
എനിക്കെന്റെ ഭാര്യയെ വേണം. അല്ല അതിപ്പം ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല ആലോചിച്ച പോലെ എനിക്ക് വേണം. അല്ല ബുള്ളറ്റ് ചേട്ടാ, സംബന്ധിച്ച് ഇതിനെപ്പറ്റി എനിക്കൊന്ന് പഠിക്കണം വിശദമായിട്ടേ. എന്നിട്ട് ഞാനൊന്ന് നോക്കാം. അങ്ങനെ നോക്കാന്ന് പറഞ്ഞ പോലെ എനിക്കെന്റെ ഭാര്യ വേണം. അയ്യേ എടാ ദിവനെ ഏത് ബുള്ളറ്റ് ഏതോ പീറ കൊണ്ടാണ് കിടന്ന് മോങ്ങനായിട്ടില്ലേ? എടാ അവൻ പറയുന്ന നീ കേട്ടാ? അവന്റെ കല്യാണം നടത്തി കൊടുക്കുന്നു. കല്യാണം നടത്തുമ്പോ ആര് നടത്തി കൊടുക്കും? നമ്മളെ കമ്പനി നടത്തി കൊടുക്കും. 10 പൈസ കയ്യിൽ വന്ന് കേറുവളിയാ. തിങ്ക് ചെയ്തു നീ തിങ്ക് ചെയ്ത് അതാണ് തിങ്ക് ചെയ്താലേ കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. അത് മതി. ചേട്ടനൊന്ന് സമാധാനപ്പെട്. ഇപ്പൊ ചേട്ടൻ പൊക്കോ. ആണോ? പൊക്കോ, ഞാനൊന്ന് നോക്കിയിട്ട്. ഓക്കെ, പക്ഷെ പെട്ടെന്ന് വേണം. നേരെ ശ്രമിക്കാന്ന് പറഞ്ഞില്ലേ? എന്നാ ഇപ്പൊ ഭാസ്കരൻ ചെല്ലാൻ നോക്ക്. കാര്യമായിട്ട് നോക്കണം. ഞാൻ നോക്കാം ഉറപ്പായിട്ടും. ഞങ്ങളോട് പോകട്ടെ. ഓക്കെ. നേരെ ഇതേ എനിക്കിപ്പോഴാ കത്തിയത്. ഇത് മറ്റേ ആ മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചെന്ന് മറച്ചു വെച്ചുകൊണ്ട് കല്യാണം നടത്തിയില്ലേ? അങ്ങനെ അത് ഡിവോഴ്സ് ആയത് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇത് നമുക്കിപ്പോ തലവേദന ആവുമല്ലോ. അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. നമ്മൾ അന്ന് ഇത് കുറെ അനുഭവിച്ചതാ. ഒഴിവാക്കണം. പൊന്നോല തുമ്പി പൂവാലി തുമ്പി ആട് ആട് നീ ആടാട്. എന്ത് പാവല്ലാണ് ആ മുഖത്തോട്ട് നോക്കിയത്. അണ്ണാ മീശ ഒന്ന് പിടിച്ചാൽ നോക്കട്ടെണ്ണ. അച്ചോടാ മീശ പിരിച്ചപ്പോഴും ആ ഗൗരവത്തിലും ഉണ്ടൊരു സ്നേഹം. പാപം നിഷ്കളങ്ക. അണ്ണ നഗ്നമായ ഒരു സത്യം മനസ്സിലാക്കണം കേട്ടോ. എന്തോ പാവം ചേട്ടാ, ചേട്ടൻ ഇത്രയും നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് ചേട്ടാ ഞാൻ എങ്ങനെ പറയൂടാ? നീ പറഞ്ഞു മനസ്സിലാക്ക്. അണ്ണ ഒരിക്കലും അണ്ണനും അണ്ണന്റെ ഭാര്യയും ഒരുമിക്കാൻ പോകുന്നില്ല. എന്ത്? അണ്ണൻ ആ ഉമ്മത്തനെ കണ്ടായിരുന്ന? അവൻ ആരെയും ഒരുമിക്കാൻ സമ്മതിക്കില്ല. ഇത്ര വൈരാഗ്യം അണ്ണനോട് മാത്രമല്ല, പിന്നെ ലോകത്തുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിക്കാൻ അവൻ സമ്മതിക്കില്ല. അവൻ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ കാരണം എന്തെന്നറിയോ? അവനും അവന്റെ ഭാര്യയും തമ്മിൽ അത്ര സ്വര ചേർച്ചയിലല്ല. അവന്റെ സ്വഭാവം. അവൻ ഒരിത്രയും ഒരുമിക്കാൻ സമ്മതിക്കത്തില്ല. എന്നെ നോക്ക്, ഞാൻ കല്യാണം കഴിക്കാത്ത എന്താണ്? ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എന്നെ അവൻ വേർപിരിപ്പിക്കും. അത്രയ്ക്ക് ക്രൂരനാണ് അവൻ. സത്യമാണ് ഈ പറയണത്. അണ്ണ അവൻ ജോഡി എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. അണ്ണ അവൻ നടന്നു പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തോ കുളമ്പ് രോഗമുണ്ടോ? കുളമ്പ് രോഗമല്ല, അവൻ കാലിൽ ഒരു ചെരുപ്പേ ഇടുള്ളൂ. അവന് ജോഡി ഇഷ്ടമല്ല. ഇപ്പൊ അവൻ തട്ടുകടയിൽ ചായ കുടിക്കാൻ പോണു. അവൻ 2 ഡബിൾ ബുൾസയ്ക്ക് പറയുന്നു. അവൻ അതിൽ ഒരു ബുൾസെ പൊട്ടിക്കും. അവന് ജോഡി ഇഷ്ടമല്ല. അണ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. ക്ലാര പറഞ്ഞു കല്യാണം നടത്തി തരാന്ന്. പക്ഷെ ഒരിക്കലും കുമസ്തൻ അത് സമ്മതിക്കില്ല. മേഡം, ആ ഭാസ്കരന് വട്ടാണ് മേഡം. ആ പെങ്കൊച്ച് ആ കാപാലികന്റെ കയ്യിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. എന്ത് വില കൊടുത്തും ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം മേഡം. രക്ഷിക്കണം. അതിനുള്ള എല്ലാ തെളിവും എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ടുവരും മേഡം. സത്യമാണോ പറയുന്നത്? സത്യം മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. പിന്നെ അറിയാം. അതെ, ഇനിയിപ്പോ ഇതെങ്ങനെ പരിഹരിക്കും? സിമ്പിൾ അല്ലേ? ആണോ? പിന്നെ പറ്റും. ചേട്ടൻ ഇങ്ങോട്ടും. അതായത് ഞങ്ങള് ചേട്ടന്റെ ഭാര്യയെ പോയി കാണുന്നു, സംസാരിക്കുന്നു, സമ്മതിപ്പിക്കുന്നു. ചേട്ടൻ 2ാമത് കല്യാണം കഴിക്കുന്നു. സത്യമാണോ? പിന്നെ അതാണ് സേതു ഹാപ്പി വെഡിങ് പ്ലാനർ. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ വേർപിരിയാൻ കാര്യം എന്ത്? തെറ്റിദ്ധാരണ, വെറും തെറ്റിദ്ധാരണ. ആരോ പറഞ്ഞ് കുത്തി തിരിച്ചിട്ടുണ്ട്. വക്കീലായിരിക്കും. വക്കീൽ മാത്രമല്ല, ചിലപ്പോ കുമസ്തൻ കൂടിയായിരിക്കും. അതുകൊണ്ട് ചേട്ടൻ ഒരു കാര്യം നോക്കിക്കോ. ചേട്ടന്റെ കല്യാണം ഈ സേതുസ് ഹാപ്പി വെഡിങ് പ്ലാനർ ഏറ്റെടുത്തിരിക്കുന്നു. ഉറപ്പ്. പിന്നെ അല്ലാതെ ചേട്ടനപ്പൊ കല്യാണത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. ഇത്ര ഉള്ള സമയമുള്ളൂ കല്യാണം നടത്താനുള്ള സമയം. അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് പോക്കോ. ലൊക്കേഷനൊക്കെ മറക്കരുത്. ഞങ്ങൾ ഇന്ന് തന്നെ ഹാള് ബുക്ക് ചെയ്യും. ഫുൾ AC. അയ്യോ ചേട്ടാ സൂക്ഷിച്ച് നടക്കണേ. കല്യാണം മറ്റേ സ്റ്റെപ്പിൽ വെള്ളമുണ്ട്. എനിക്കറിയാൻ പറ്റില്ല ചോദിക്കാം. ഇയാള് മണ്ടനാണെന്നുള്ള നഗ്നമായ സത്യം പുള്ളിക്ക് അറിയത്തില്ല. അതാണ് എന്റെ കാര്യം.
ഉമ്മസ്തൻ അവനാ ഇതിനെല്ലാത്തിനും കാരണം. അവനെ എൻ്റെ കൈ കിട്ടിയ ഈട്ടിച്ച് അവൻ്റെ പരിപ്പ് ഞാൻ ഇളക്കും. അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ. ഓ എൻ്റെ ലൈഫ് നശിപ്പിച്ച അവൻ ഒറ്റ വരുത്തണ. നിന്റെ എടുത്ത ചാട്ടോടും എല്ലാത്തിനും കാരണം നീ അല്ലടാ പറഞ്ഞത് അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം എന്ന്. എടാ അത് ഞാൻ ആ ഉമസ്തിന് ഇടി കിട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ. അത് നല്ലതാണ്. ഇവരിതൊന്നും പ്രാന്താ. അയ്യോ അവന് മാത്രമല്ല നിന്റെ ഭാര്യ ക്ലാരയ്ക്കും പ്രാന്തായി തോന്നുന്നത്. പോണായിരുന്നു ഇത് കോടതിയിലെ ഏതോ പരിപാടി. എടാ എന്റെ ക്ലാരടാ തോക്കുമ്പോൾ നിന്റെ ക്ലാര അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് എത്ര കുഴപ്പം, ഞാൻ എന്റെ വീട്ടിൽ പോട്ടറാ. ഞാൻ പോട്ടറാ. നമ്മളെ ഞാൻ പോകുമ്പോ എന്റെ അല്ല ഞാൻ ഇവിടെ നിന്നോളാം. എന്നെ തിരിച്ചുപിടി തിരിച്ചുപിടി. നിന്നെ ഇന്ന് വെടിയിറച്ചിയാ. എടാ തോക്കിനകത്ത് ഉണ്ടയില്ല. ഉണ്ടെങ്കിൽ അവ എപ്പോഴും വെടി വെച്ചാൽ ഈ തോക്കിനകത്ത് ഉണ്ടയില്ല. ഓക്കെ അല്ലടാ മക്കളെ. ഇയാളെന്തിനാ വന്നേ? ഇയാളെന്തിനാ വന്നേ? എന്റെ പൊന്നെ എല്ലാരും ഒന്ന് മിണ്ടാണ്ടിരിക്കാവോ? എന്റെ ക്ലാര എന്തോന്ന് ക്ലാരയോ? അച്ഛാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എവന്റെ ഭാര്യയുടെ പേരും ക്ലാര നടച്ചാ. ഇവള് ക്ലാര മറ്റോള് ക്ലാര, അപ്പൊ രണ്ട് ക്ലാരയോ? ഈ കുടുംബത്തിലുള്ള എല്ലാത്തിനും പ്രാന്ത. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ അച്ഛാ ഈ നിൽക്കുന്ന ക്ലാപ്പന്റെ ഭാര്യയുടെ പേര് ക്ലാര, അതുപോലെ ഈ ക്ലാപ്പന്റെ ഭാര്യയുടെ പേരും ക്ലാര, അതായത് ഈ ക്ലാര. ഇനി എന്റെ അടുത്ത് ഡൗട്ട് ആണോ ചോദിച്ചപ്പോ ഒരു കാര്യം ചെയ്യും. ഇത് വെച്ച് ഞാനേ കൂടി ചാവ് പറഞ്ഞിട്ടുണ്ട്. എടാ ഒന്ന് തെളിച്ച് പറയടാ. അവള് വെറും പാവമായിരുന്നു. ക്ലാര അവന്റെ ഭാര്യ ക്ലാരേടാ. കേസ് വാദിച്ച് ചണ്ട് വഴിക്കാക്കി രണ്ടിനെ. ക്ലാര അത് ഈ ക്ലാര നിന്റെ ഭാര്യ. എനിക്ക് അവളെ കേട്ടണം. ക്ലാരേ ആ എവന്റെ ഭാര്യ ക്ലാരേടാ. വട്ടം തന്നെ. അതെ മുമ്പ് മുണഞ്ഞ സ്വഭാവമായിരുന്നേ. അതപ്പോ നിന്റെ ക്ലാരിക്ക്. അല്ല 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 സോറി മൈ മിസ്റ്റേക്ക്. എവന്റെ ഭാര്യ ക്ലാര അല്ല അല്ല അപ്പൊ മൂന്നാമത്തെ ക്ലാരയോ? അതേത് ക്ലാരയാടാ? ഇപ്പെല്ലാം മുണഞ്ഞ സ്വഭാവമായിരുന്നു എന്റെ എന്നാ പറഞ്ഞ. ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ മുഴുത്ത വട്ടായിട്ടുണ്ടല്ലോ അവന്. എല്ലാരും കൂടി എനിക്ക് മുഴുവൻ പറയാൻ എനിക്ക് എന്റെ ക്ലാര വേണം. ഞാൻ പറയാം, ഇവര് വട്ടാണ്. അതുകൊണ്ട് ഇവന്റെ ഭാര്യ ഇവര് ഇട്ടിട്ട് പോയി. നാളെ അവളുടെ കല്യാണമാണ്. അതൊരു സന്തോഷ വാർത്തയുണ്ട്. ഈ കല്യാണം നടത്തുന്നത് പക്ഷേ നമ്മളല്ല. അപ്പൊ ആ കല്യാണം നടക്കും. എനിക്ക് എന്റെ ക്ലാര വേണം. ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടന് വേറെ നല്ല പെണ്ണിനെ കിട്ടും. മോടെ പേരെന്തുവാ? ആനി. നോക്ക് എന്നെ കെട്ടാവോ? നമുക്ക് അവളോട് പ്രതികാരം ചെയ്യാം. ആരോട്? ക്ലാരയോട്. ഏത് ക്ലാസ്? ഏത് എപ്പോ എവിടെ ചോദിച്ചിട്ട്